ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് അല്ലെന്ന് ആരാണ് പറഞ്ഞത്? എവിടെയാണ് പറയുന്നത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ആണോ ഏത് തരത്തിലുള്ള കോൺട്രാക്ട് ആണ് ഇവർ തമ്മിൽ ഉണ്ടാക്കിയതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ കൃത്യമായിട്ട് എങ്ങനെയാണ് പറയുന്നത്? സാറേ 77 പേജുള്ള ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ വായിച്ചിട്ട് അത് എവിടെയെങ്കിലും ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ആണെന്ന് പറയേണ്ടോ എന്ന് താങ്കളൊന്ന് പറഞ്ഞു തരും എനിക്ക്. ആരെങ്കിലും, അതായത് കമ്പനിയോ മറ്റാരെങ്കിലും ഇത് ആനുവൽ മെയിൻ്റനൻസ് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചതുള്ളൂ. അതവിടെ നിൽക്കട്ടെ. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ കുറിച്ചൊക്കെ ഇത്രയധികം അഡ്വക്കേറ്റ് കൃഷ്ണദാസ് വാചാലനാവുന്നല്ലോ. അധ്വാനിക്കുന്നത് മണ്ണിൽ പണിയെടുക്കുന്നതായിട്ടുള്ള കർഷകരാണല്ലോ ഡൽഹിയിലോട്ട് മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേർ ഇതുവരെ മരിച്ചു കഴിഞ്ഞല്ലോ. ഇസ്രയേലും ചെയ്യുന്നതിനേക്കാളും അതിക്രൂരമായ രീതിയിൽ അവിടെ വഴിയിൽ മുള്ളുകൾ നിരത്തിയും കോൺക്രീറ്റ് ഷീറ്റുകൾ ഇട്ടും അതിനെതിരെയാണ് കേന്ദ്ര ഗവൺമെന്റ് അതിനെതിരെ പ്രതിഷേധിക്കുന്നത്. ഡൽഹിയിലോട്ട് കയറാൻ പോലും അനുവദിക്കാതെ അവരെ എതിർത്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ കുറിച്ച് ഇത്രയധികം വിഷമിക്കുകയും കേരളത്തിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെ കുറിച്ച് ഇത്രയധികം ആകുലരാകുകയും ചെയ്യുന്നതെന്ന് കാണുമ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, ഹിപ്പോക്രസി, അത് കാണുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷവും ഒരു അത്ഭുതവും ഒക്കെ തോന്നുന്നുണ്ട്. അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ താങ്കൾ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കരുത് ദയവായിട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദ്രോഹിക്കരുത്, കൊല്ലരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ദ്രോഹിക്കരുത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ റവന്യൂവിന്റെ ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം. റവന്യൂ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകളാ. ഈ ലോകത്ത്, ഈ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ള ഒരു അവസരം തരൂ. എനിക്കൊരു അവസരം തരൂ. തരാം താങ്കളുടെ അവസരം. പറയൂ. എന്റെ അറിവിൽ ഹിറ്റ്ലറാണെന്നാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ആരാണ് ഏറ്റവും കൂടുതൽ കൊലപാതകത്തിന്റെ കണക്കുകളൊക്കെ എടുക്കുന്നതിന് മുമ്പിൽ പിന്നെ നേരത്തെ വസന്തംകുമ്പള്ളി പറഞ്ഞ പോലെ ഈ പുഷ്പൻ സമരം നയിച്ചത് സ്വാശ്രയ കോളേജുകൾക്കെതിരെ ആയിരുന്നില്ലല്ലോ. അവിടെ ഈ മറ്റേ മെഡിക്കൽ കോളേജിനെതിരെ ആയിരുന്നില്ല. മെഡിക്കൽ കോളേജ് ഇപ്പോഴും അത് ഗവൺമെന്റിന്റെ അധീനതയിൽ തന്നെയാണ്. പ്രിയപ്പെട്ട ഡോക്ടർ ജയരാജ്, മെഡിക്കൽ കോളേജ് സ്വാശ്രയ കോളേജ് ആക്കുന്ന ഞങ്ങളടക്കം അന്ന് സമരം നടത്തിയതായിരുന്നു. സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്തിയതാണ്. അതിനെ തുടർന്ന് തന്നെയാണ് വെടിവെപ്പ് നടന്നത് സാർ. അതിന്റെ പരിയാരം മെഡിക്കൽ കോളേജ് പർട്ടിക്കുലർ ഇഷ്യൂ ആണ് പരിയാരം. അതിനെ തുടർന്നാണ് സമരം കത്തിപ്പടരുന്നതും. അതവിടെ നിൽക്കട്ടെ. അപ്പം അല്ല, ഇതിൽ പറയൂ, ഈ ഭൂപരിഷ്കരണ നിയമം നിങ്ങൾ കുട്ടിഘോഷിക്കുന്നത് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. നിയമത്തിൽ പോലും വെള്ളം ചേർത്ത് കരിമണൽ കർത്തായുടെ കമ്പനിയെ സഹായിക്കാൻ കൂട്ടുനിന്നത് BJP സർക്കാർ കൊണ്ടുവന്നതാണ് ഭൂപരിഷ്കരണ നിയമം. BJP നരേന്ദ്രമോദി കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ വാജ്പേയി സർക്കാർ ആദ്യമായിട്ട് നടപ്പിലാക്കിയതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭൂപരിഷ്കരണം നടപ്പിലാക്കണം. അങ്ങനെ പറഞ്ഞാൽ തീർന്നല്ലോ. നിങ്ങൾ അംഗീകരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അതാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പം ഈ ഇതിനകത്ത് ഒരു മിനറൽ പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയുണ്ട്, തിരുവനന്തപുരത്തുണ്ട് ഒരു ബയോസയൻസ് പാർക്ക് ഉണ്ട്, ഇൻഡസ്ട്രിയൽ പാർക്കുണ്ട്, ഈ കിൻഫ്ര പാർക്കുണ്ട്. ഇതെല്ലാം പല കമ്പനികളുമായിട്ടുള്ള എഗ്രിമെന്റിന്റെ പുറത്താണ്. അതുപോലെ ഇൻഡസ്ട്രിയൽ സോണുകളുണ്ട്. അവിടെയെല്ലാം പല കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് അങ്ങ് തീരെഴുതി കൊടുത്തെന്നുള്ളതല്ല അർത്ഥം. അങ്ങനെയാണെങ്കിൽ അതിന്റെ തെളിവുകൾ വരട്ടെ. ആ സമയത്ത് അതിനെ നമുക്ക് ചർച്ച ചെയ്യുന്ന രീതിയിൽ ചർച്ച ചെയ്യാം. റവന്യൂ വകുപ്പ് സെക്രട്ടറി തള്ളിക്കളഞ്ഞ ആ ഫയലിൽ ഇയാൾ എന്തിനാണ് തീരുമാനം എടുത്തത്? നിങ്ങളുടെ പ്രിയപ്പെട്ട PV എന്തിനാണ് തീരുമാനം എടുത്തത്? റവന്യൂ വകുപ്പ് സെക്രട്ടറി തള്ളിക്കളഞ്ഞ ഫയലിലാണ് തീരുമാനം എടുത്തത്. ആരെ സഹായിക്കാൻ? കേരളത്തിന്റെ പ്രിയപ്പെട്ട എന്ന് പറയൂ, ഭാരതത്തിന്റെ പ്രിയപ്പെട്ട എന്ന് പറയൂ. കുറച്ചുകൂടെ ആളുകൾക്കൊന്ന് രസിക്കട്ടെ. അല്ല, പറയൂ നിങ്ങളെ കാര്യത്തിൽ. ഇത് ആർക്കും ഒന്നും തീരെഴുതിയൊന്നും കൊടുത്തിട്ടൊന്നുമില്ലെന്ന്. അവിടെ ഒരു മിനറൽ പാർക്ക് വരികയല്ലേ. അതിനകത്ത് എന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കാൻ തയ്യാറാണ്. എല്ലാവിധ അന്വേഷണങ്ങൾക്കും തയ്യാറാണ്. അന്വേഷിക്കൂ, കണ്ടെത്തൂ, ഏത് ഏജൻസികളെ കൊണ്ടുവേണമെങ്കിലും അന്വേഷിപ്പിക്കൂ, തുറങ്കിലടക്കൂ. കേന്ദ്ര ഞാൻ ചലഞ്ച് ചെയ്യാണ്. കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് BJP അല്ലേ? BJP സർക്കാർക്ക് എന്തുകൊണ്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം അന്വേഷണ ഏജൻസികളെ കൊണ്ട്
എന്തുകൊണ്ട് ഇതിനെതിരെ നിയമ നടപടികൾ എടുത്തുകൂടാ? ഇങ്ങനെയൊക്കെ വഴിവിട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് അത്രയധികം ബോധ്യമുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നടന്ന സംഭവമാണ്. ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ നിയമ നടപടികളിലോട്ട് പോട്ടെന്നേ. നമുക്ക് ഫൈറ്റ് ചെയ്യാം. നർമ്മം കലർത്തി അവതരിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷേ കേരളത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം കേന്ദ്ര ഏജൻസികളാണല്ലോ നമ്മള് ചില വിഷയങ്ങളിൽ യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ സംസാരിക്കണം. അന്വേഷിക്കുന്നത്. താങ്കൾ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ, ഒരു അധ്യാപകനല്ലേ, കോളേജ് അധ്യാപകനല്ലേ. അപ്പോൾ എല്ലാറ്റിലും നർമ്മം കലർത്തുന്നത് ശരിയല്ല. ചില കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ നോക്കൂ, ഇവിടെ ഭൂപരിഷ്കരണ നിയമം പോലും അത് കാറ്റിൽ പറത്തിക്കൊണ്ട് കർത്തയുടെ കമ്പനിയെ സഹായിക്കണമെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് സർ? ഇതിനകത്ത് ഒരു മിനറൽ പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ഥലം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് എന്തുകൊണ്ട് റവന്യൂ വകുപ്പ് സെക്രട്ടറി അതിന് അനുമതി കൊടുത്തില്ല? ആ ഫയൽ തള്ളിയതാണ് റവന്യൂ വകുപ്പ് സെക്രട്ടറി. അതിനുശേഷം ഫയൽ വിളിച്ചു വരുത്തി തീരുമാനമെടുത്തത് പിണറായി വിജയനാണ്. എന്താണ് പിണറായി വിജയന് ഇക്കാര്യത്തിൽ ഇത്രയധികം താല്പര്യം? അതാണ് എനിക്കറിയേണ്ടത്.